ഹായ്, എല്ലാ കൂട്ടുകാർക്കും സന വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 മോഡൽ കിയ സെൽറ്റോസിന്റെ ബേസ് വേരിയന്റ് ആണ്. റീസെന്റ് നമ്മുടെ ചാനലിൽ ഇതിന്റെ സെക്കൻഡ് വേരിയന്റ് ആയ STK വേരിയന്റിന്റെ വീഡിയോ വന്നിരുന്നു. അപ്പോൾ പലരും പറഞ്ഞിരുന്നു സെക്കൻഡ് വേരിയന്റിനേക്കാളും വാല്യൂ ഫോർ മണി ഇതിന്റെ ബേസ് വേരിയന്റ് തന്നെയാണ്. ബേസ് വേരിയന്റ് മേടിച്ച് അത്യാവശ്യം ആക്സസറി ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 1 ലക്ഷം രൂപയുടെ അടുത്ത് ലാഭിക്കാം. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഈ ബേസ് വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് വരുന്നത്, എത്രയാണ് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ്, ഇത് ശരിക്കും വാല്യൂ ഫോർ മണി ആണോ എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. സെൽറ്റോസ് ബേസ് വേരിയന്റുകളുടെ മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത് ബേസ് വേരിയന്റിൽ തന്നെ നമുക്ക് പെട്രോളും ഡീസലും അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക് ഇല്ല, മാനുവൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. മാനുവൽ വേരിയന്റിന് പെട്രോളിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 13,18,000 രൂപയും നമുക്ക് ഡീസൽ മാനുവൽ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 14,98,000 രൂപയാണ്. അപ്പോൾ പെട്രോളും ഡീസലും തമ്മിൽ ഏകദേശം 1,80,000 രൂപയുടെ അടുത്താണ് ഡിഫറൻസ് വരുന്നത്. നമ്മൾ വേരിയന്റുകൾ മുകളിലേക്ക് പോകുന്തോറും ഈ പ്രൈസ് ഡിഫറൻസ് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. സെൽറ്റോസ് ബേസ് വേരിയന്റിന്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ബേസ് വേരിയന്റായ HTE, STK പ്ലസ് ഈ 3 വേരിയന്റുകളുടെ എക്സ്റ്റീരിയറിന്റെ ലുക്ക് ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് വരുന്നത്. STX എന്ന് പറഞ്ഞ 4th വേരിയന്റ് തൊട്ടിട്ടാണ് നമുക്ക് ഫ്രണ്ടിൽ ആ ഒരു വലിയ DRL വരുന്നത്, കണക്റ്റഡ് പോലെ തോന്നിക്കുന്ന DRL വരുന്നത്. ഇപ്പോൾ ഈ ബേസ് വേരിയന്റിന്റെ മറ്റ് എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഹാലജനായിട്ടാണ് ലൈറ്റുകളെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ടോപ്പിലായിട്ട് നമുക്ക് പാർക്ക് ലൈറ്റ് കൊടുത്തിരിക്കുന്നു, അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നു, 2 ഹാലജനാണ്. അതിന് താഴെയായിട്ട് നമുക്ക് പ്രൊജക്റ്റഡ് ഹാലജൻ ഹെഡ്ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. നമുക്ക് ഫോഗ് ലൈറ്റ് വരുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ് ഫോഗ് ലൈറ്റ് ഷോറൂമിൽ നിന്ന് ആക്സസ് ആയിട്ട് ചെയ്യാം. അതിനുള്ളൊരു സ്പേസ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിൽ നിന്നുള്ള മറ്റ് ലുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു സിൽവർ ഫിനിഷ് നമ്മൾ പറഞ്ഞോണം ഫസ്റ്റ് 3rd വേരിയന്റുകളിൽ സെയിം ആയിട്ടാണ് വരുന്നത്. ഈ ഫ്രണ്ടിൽ നമുക്ക് ഗ്രില്ലുകളെല്ലാം ഈ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ വരുന്നു. HTX തൊട്ട് അത് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലേക്ക് ചേഞ്ച് ആവുന്നുണ്ട്. അതിന് താഴെയായിട്ട് നമുക്ക് ഒരു സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിരിക്കുന്നു, ഒരു സിൽവർ കളറിൽ. അത് എല്ലാ വേരിയന്റുകളിലും സെയിം ആയിട്ടാണ് വരുന്നത്. വേറെ എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും ഫ്രണ്ടിൽ നിന്ന് വരുന്നില്ല. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 16 ഇഞ്ച് വീൽസ് ആണ് വരുന്നത്. 205, 65, 16 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ്. ഇതിനൊരു വീൽ കപ്പ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കിയയുടെ ഒരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. ഇൻഡിക്കേറ്റേഴ്സ് നമ്മുടെ ഫെൻഡേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത്, അത് ഹാലജനായിട്ട് വരുന്നു. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. നമുക്ക് മിറേഴ്സും ഡോർ ഹാൻഡിൽസും എല്ലാം ആ ഒരു ബോഡി കളറിൽ തന്നെ വരുന്നു. നമുക്ക് ടോപ്പിലേക്ക് നോക്കി കഴിഞ്ഞാൽ റൂഫ് റെയിൽ കാര്യങ്ങളൊന്നും വരുന്നില്ല, അത് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് ആക്സസ് ആയിട്ട് ചെയ്യാം. നമുക്ക് ബാക്കിലൊരു ഷാഫ്റ്റിൻ്റെ ആൻറ്റീന കൊടുത്തിരിക്കുന്നു. നമ്മുടെ സൈഡ് ഗ്ലാസ്സിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു UV പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള 30% ടിൽറ്റഡ് ഗ്ലാസ്സുകളാണ് ബേസ് വേരിയൻ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. കീലെസ് എൻട്രി പോലെയുള്ള കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമുക്ക് ഈ ഒരു ഗ്ലാസിൻ്റെ പോർഷൻസ് എല്ലാം ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വേറെ എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ പ്ലെയിൻ ആയിട്ടുള്ളൊരു പുറകുവശമാണ്. ഇതിൻ്റെ സെക്കൻഡ് വേറെ HTK വേരിയൻറ്റ് തൊട്ട് നമുക്ക് ബാക്കിൽ റിവേഴ്സ് ക്യാമറ പോലെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിനകത്ത് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തന്നെ വരുന്നില്ല. നമുക്ക് ടോപ്പിലായിട്ട് ഇവിടെ ഒരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. സ്പോയിലർ പോലെ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കിലെ ഗ്ലാസ് പ്ലെയിൻ ഗ്ലാസ്സുകളാണ്, വൈപ്പർ, വാഷർ, ഡിഫോക്കർ ഒന്നും തന്നെ ഇല്ല. കിയയുടെ ബാഡ്ജിങ് കാണാനായിട്ട് പറ്റും. നമുക്ക് ബാക്കിൽ കണക്റ്റഡ് ടെയിൽ ലൈറ്റ് വരുന്നില്ല, ഇത് ജസ്റ്റ് റിഫ്ലക്റ്റേഴ്സ് മാത്രമാണ്. നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് വരുന്നത് ഇവിടെ താഴെയായിട്ടും ഇത് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. നമുക്ക് റിവേഴ്സ് ലൈറ്റ് വരുന്നത് ഇവിടെ താഴെയായിട്ടാണ് വരുന്നത്. ഇതെല്ലാം നമുക്ക് റിഫ്ലക്റ്റേഴ്സ് ആണ് വരുന്നത്. താഴെയായിട്ട് ഇവിടെ നമുക്കൊരു റിഫ്ലക്ടർ കാണാം. ബാക്കിൽ നമുക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിൽ നമുക്കൊരു സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം ഉൾപ്പെടുത്തിയിരിക്കുന്നു. വേറെ റിവേഴ്സ് ക്യാമറ പോലെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് വരുന്നില്ല. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ പ്രോപ്പറായിട്ടുള്ളൊരു ഹാൻഡിൽ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇത് ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് നമുക്ക് പാഴ്സൽ ട്രേ പോലെയുള്ള കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ബാക്കിലെ സീറ്റ് ബെഞ്ച് ഫോൾഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫിക്സഡ് ഹെഡ് റെസ്റ്റുകളാണ്. 433 ലിറ്ററിൻ്റെ വലിയ ബൂട്ടുകളാണ് ഈ വാഹനത്തിന് വരുന്നത്. വേറെ എടുത്തു പറയത്തക്ക ബൂട്ട് ലൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടില്ല. സ്പെയർ വീൽ ഇതിന് താഴെയായിട്ട് കൊടുത്തിരിക്കുന്നു. ആ സെയിം സൈസ് ആയിട്ടുള്ളൊരു സ്പെയർ വീൽ തന്നെയാണ് വരുന്നത്. നമുക്ക് ഈ ബൂട്ട് ഇത്ര വലുതായതുകൊണ്ട് അത് സ്പ്ലിറ്റ് ഓപ്പണിംഗ് എന്നുള്ള രീതിയിലാണ് ബാക്കിലെ ആ ഒരു ട്രേ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ അകത്തു നിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ റിക്വസ്റ്റ് സെൻസർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇൻറ്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബേസ് വേരിയൻറ്റിൽ ഫുള്ളി ബ്ലാക്ക് കളറിലാണ് ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഗിയർ ലിവറിന് ചുറ്റും മാത്രം ചെറിയൊരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇനി ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമുക്ക് 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ലോക്ക് ആൻഡ് അൺലോക്ക്, നമ്മുടെ വിൻഡോസ് ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് എല്ലാം ഒരു
ഒരു സിൽവർ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു ഡീസൻ്റ് എലമെൻറ്റ് പോലെ കൊടുത്തിരിക്കുന്നു. മിറേഴ്സ് നമുക്ക് അകത്ത് നിന്ന് മാനുവലി കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പുറത്തുനിന്ന് നമുക്ക് ആക്സസറി ആയിട്ട് മിറർ ഫോൾഡിങ് പോലെ കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഈ വാഹനത്തിൻ്റെ കീ നോക്കുകയാണെങ്കിൽ ഒരു ടോപ്പ് എൻഡിൽ കാണുന്ന അതേ മോഡലിലുള്ള കീ ആണ്. പക്ഷേ ഇതിനകത്ത് ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നു. 2 ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള ഫ്ലിപ്പ് കീസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കിനി ഡ്രൈവർ സീറ്റിലേക്ക് വരികയാണെങ്കിൽ ഡ്രൈവർ സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡ്രൈവർ സീറ്റാണ് ബേസ് വേരിയൻ്റ് തൊട്ടേ കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ നമ്മുടെ ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഹുഡ് ഓപ്പൺ ചെയ്യാൻ ഇവിടെ താഴെയായിട്ടാണ് വരുന്നത്. നമുക്കിവിടെ പിന്നെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഒരു ബട്ടൺ കാണാനായിട്ട് പറ്റും. ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് വരുന്നുണ്ട്. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. AC വെൻസിന് ചുറ്റുമെല്ലാം നമുക്ക് ചെറിയൊരു സിൽവർ ഫിനിഷ് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു ബേസ് വേരിയൻ്റ് ആണെങ്കിലും അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് അകത്തുനിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇന്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇന്റീരിയർ ലുക്ക് ഇപ്പോൾ ബേസ് വേരിയൻറ്റ് തൊട്ട് നമുക്കൊരു HTK പ്ലസ് വേരിയൻറ്റ് വരെ സെയിം ആയിട്ടാണ് വരുന്നത്. ആകെ ഫീച്ചേഴ്സിൽ മാത്രമാണ് വരുന്നത്. നമുക്കൊരു മ്യൂസിക് സിസ്റ്റം വരുന്നില്ല. മ്യൂസിക് സിസ്റ്റം നമുക്ക് ആക്സസ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇനി മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു റൗണ്ടഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. ഫ്ലാറ്റ് ബോട്ടം ഒന്നും കൊടുത്തിട്ടില്ല. താഴെയുള്ള ഒരു സിൽവർ ഇൻസൈറ്റ് കൊടുത്തിരിക്കുന്നു. മൾട്ടി ഫംഗ്ഷണൽ എന്ന് പറയാം. നമുക്ക് മ്യൂസിക്കിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളൊന്നും ഫോൺ കൺട്രോൾസ് ഒന്നും വരുന്നില്ല. നമുക്ക് ഇടതുവശത്തായിട്ട് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള കുറച്ച് ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ടെലസ്കോപ്പിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടില്ല. ലെതർ റാപ്ഡ് ഒന്നുമല്ല, നോർമൽ സ്റ്റിയറിംഗ് ആണ് വരുന്നത്. ബേസ് വേരിയൻറ്റിൽ ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് കണ്ടത് ഞാൻ MGയിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, MG ആസ്റ്ററിൽ. ഇനി ഇടതുവശത്തായിട്ട് നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും വരുന്നു. ഹെഡ്ലൈറ്റും ഓട്ടോ ഹെഡ്ലൈറ്റ് പോലെയുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കിയയുടെ ഒരു എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ യൂണിറ്റ് ആണ്. സ്പീഡോമീറ്ററും RPM മീറ്ററും നമുക്ക് ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. അതിന് നടുക്ക് ഒരു 4.2 ഇഞ്ചിൻ്റെ ഒരു TFT ഡിസ്പ്ലേ. അതിനകത്ത് ഒരുവിധം വേണ്ട എല്ലാ ഇൻഫർമേഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ വാഹനം ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഹൈ ഡെഫിനിഷൻ ആയിട്ടുള്ള ഒരു കീയുടെ പടവും ഡോർ ഓപ്പണിങ് വാണിംഗ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതിനകത്തുള്ള ആ ഒരു ഡിസ്പ്ലേയിലുള്ള കൺട്രോൾസ് നമുക്ക് സ്റ്റിയറിംഗ് വീലിലെ ബട്ടൺസ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതിനകത്ത് ടയർ പ്രഷർ വാണിംഗ് ഉൾപ്പെടെയുള്ള ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഡിസ്റ്റൻസ് ടു എംറ്റി, ആവറേജ് ഫ്യൂവൽ, അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക് സിസ്റ്റം നമ്മൾ ആദ്യം പറഞ്ഞ ഇതിൽ വരുന്നില്ല, അത് ആക്സസറൈഡ് ചെയ്യാം. പക്ഷേ ഈ ഒരു യൂണിറ്റ് കംപ്ലീറ്റ്ലി ഒരു ടോപ്പ് എൻഡിനോട് നീതി പുലർത്തുന്ന രീതിയിൽ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. അതിന് താഴെയായിട്ട് നമുക്ക് സാറ്റലൈറ്റിൻ്റെ ബട്ടൺ കാണാം. AC വെൻസിനകത്തെല്ലാം ഒരു ചെറിയ ക്രോം ഇൻസെറ്റ് വരുന്നുണ്ട്. അതിന് താഴെയായിട്ട് നമുക്ക് നമ്മുടെ മാനുവൽ AC കൺട്രോൾ യൂണിറ്റ് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് AC കൺട്രോൾ വരുന്നത് HTK പ്ലസ് വേരിയൻറ്റ് തൊട്ടിട്ടാണ്. ബേസ് വേരിയൻറ്റിലും സെക്കൻഡ് വേരിയൻറ്റിലും മാനുവൽ AC കൺട്രോൾസ് ആണ് വരുന്നത്. അതിന് താഴെയായിട്ട് നമുക്കിവിടെ ഒരു 12 വോട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഒരു ടൈപ്പ് C ചാർജിംഗ് പോർട്ടാണ് ഇതിനകത്ത് വരുന്നത്. ഇവിടെയെല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ്. അതിന് താഴെയായിട്ട് നമുക്ക് 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് കാണാം. ഈ ബേസ് വേരിയൻറ്റ് മാനുവൽ ഗിയർ ബോക്സിൽ മാനുവലിൽ മാത്രമാണ് വരുന്നത്. ആ ഒരു എന്താ പറയുക, ഗിയർ കൺസോളിൻ്റെ ഏരിയയിൽ മാത്രം നമുക്കൊരു സിൽവർ ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. അതിന് താഴെയായിട്ട് നമുക്കിവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കാണാനായിട്ട് പറ്റും. നമുക്ക് ബേസ് വേരിയൻറ്റ് തൊട്ട് സെൻറ്റർ ആംറെസ്റ്റ് വരുന്നുണ്ട്. അതിന് മുകളിൽ ഒരു സോഫ്റ്റ് ടച്ച് ആയിട്ടുള്ള സെൻറ്റർ ആംറെസ്റ്റ് ആണ്. അതിനകത്ത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് പോലെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഫ്രണ്ടിലെ 2 സീറ്റുകൾ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോട് കൂടിയ സീറ്റുകളാണ് വരുന്നത്. അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റുകളാണ്. നമുക്ക് നമ്മളുടെ സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ബേസ് വേരിയൻറ്റ് തൊട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എയർ ബാഗിൻ്റെ ബാഡ്ജിങ് കാണാം. നമുക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നതാണ്. നമുക്ക് ഇവിടെ ടോപ്പിലായിട്ട് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വരുന്നുണ്ട്. വിത്ത് മിററോട് കൂടിയാണ്. ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. സെൻട്രൽ IRVMs മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs ആണ്. നമുക്കിവിടെ സൺഗ്ലാസ് ഹോൾഡർ ബേസ് വേരിയൻറ്റ് തൊട്ട് വരുന്നുണ്ട്. നമുക്ക് അകത്ത് 2 റീഡിംഗ് ലൈറ്റ് വരുന്നു. 2ഉം ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ജസ്റ്റ് ഒരു ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഗ്ലോ ബോക്സിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സൈസായിട്ടൊരു ഗ്ലോ ബോക്സ്, പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരു നോർമൽ ഗ്ലോ ബോക്സ് ആണ് വരുന്നത്. നമുക്ക് സ്പീക്കർ ഗ്രില്ലുകൾ കാണാം. സ്പീക്കർ കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല. അപ്പോൾ ഇതാണ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ലുക്ക്. ഒരു ബേസ് വേരിയൻറ്റ് കാറിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട്. ആകെ മിസ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു മ്യൂസിക് സിസ്റ്റം മാത്രമാണ്. നമുക്ക് പുറത്തുനിന്ന് ആക്സസറൈഡ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം വേണ്ട എല്ലാ ബേസിക് ഫീച്ചേഴ്സും വരുന്നൊരു വേരിയൻ്റ് ആണ്. നമ്മൾ HTK വേരിയൻറ്റിൽ കമൻറ്റ് ചെയ്ത പോലെ ഇതിനകത്ത് അത്യാവശ്യം ചെറിയൊരു എമൗണ്ട് ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം വിത്ത് 360 ക്യാമറ, സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പല ഓൺലൈൻ സൈറ്റുകളും കാണാൻ പറ്റുന്നുണ്ട്. അത് മിറർ ഫോൾഡിങ് കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെക്കൻഡ് വേരിയൻറ്റിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റിൻ്റെ അതേ ലുക്ക് ഈ വാഹനം തരുന്നുണ്ട്. ബാക്കി യാത്രക്കാരുടെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന
ഡോറുകളാണ്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പവർ വിൻഡോയുടെ കൺട്രോൾ കാണാം. നമുക്ക് ആ ഡോർ ഹാൻഡിൽസ് എല്ലാം ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. സ്പീക്കർ വരുന്നില്ല. നമ്മുടെ ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം. നമുക്ക് ബേസ് വേരിയൻ്റ് തൊട്ട് ബാക്കിൽ സൺ ബ്ലൈൻഡ്സ് വരുന്നുണ്ട്. അതിപ്പോൾ കിയയുടെ ഒരു എല്ലാ വാഹനങ്ങളിലും കാണാം. ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ബാക്ക് സീറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റുകളാണ് വരുന്നത്. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകൾ വരുന്നു. പക്ഷേ ഹെഡ് റെസ്റ്റ് 2 പേർക്കുള്ളതേ കൊടുത്തിട്ടുള്ളൂ. ഐസോഫിക്സ് ചൈൽഡ് സീറ്റ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ബാക്കിൽ നിന്നുള്ള മറ്റ് കംഫോർട്ട് നോക്കുകയാണെങ്കിൽ ബാക്കിൽ നമുക്ക് AC വെൻസ് ബേസ് വേരിയൻ്റ് തൊട്ടേ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് താഴെയായിട്ട് 2 ടൈപ്പ് C ചാർജിങ് പോർട്ടുകളാണ് വരുന്നത്. അതിനകത്ത് ഒരെണ്ണം ഫാസ്റ്റ് ചാർജിങ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. അത് മൊബൈൽ വെക്കാൻ വെച്ചിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ നോക്കുകയാണെങ്കിലും സെൽട്ടോസിന് ഹെഡ് റൂം ഒന്നും പറയേണ്ട കാര്യമില്ല. എനിക്ക് തോന്നുന്നു 10-15 സെൻറ്റിമീറ്ററിനടുത്ത് ഹെഡ് റൂം നമുക്ക് ഇതിനകത്ത് ബാലൻസ് കാണാനായിട്ട് പറ്റും. നല്ല വൈഡ് ആയിട്ടുള്ള ബാക്ക് സീറ്റാണ്. 3 പേർക്ക് സുഖമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ബാക്കിൽ ഇവിടെ സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. ബാക്കിൽ ഒരു റീഡിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതും ഹാലജനായിട്ടാണ്. ഈ വശത്ത് നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ വിത്ത് ഒരു ഹുക്ക് എന്നുള്ള രീതിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ബാക്ക് യാത്രക്കാർക്കാണെങ്കിലും എനിക്ക് ഒരു ഇതായിട്ട് പോരായ്മയായിട്ട് തോന്നിയത് ഇതിൻ്റെ ഹെഡ് റെസ്റ്റുകളാണ്. ഇതൊരു അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണെങ്കിൽ കുറച്ചും കൂടി കംഫർട്ടായിട്ടുള്ള ഒരു യാത്ര നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുമായിരുന്നു. സെൽട്ടോസിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബേസ് വേരിയന്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. അതിന്റെ കൂടെ ABS, ബ്രേക്ക് അസിസ്റ്റ്, 4 വീലിലും ഡിസ്ക് ബ്രേക്ക്, നമ്മുടെ ടയർ പ്രഷർ വാർണിംഗ്, ESC, പിന്നെ ഹിൽ ഹോൾഡ്, അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ ബേസ് വേരിയന്റ് തൊട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൽട്ടോസിന്റെ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ബേസ് വേരിയന്റിൽ 1.5 ലിറ്റർ പെട്രോളും 1.5 ലിറ്റർ ടർബോ ഡീസലും മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാ സെൽട്ടോസിന്റെ വേരിയന്റുകളും കിട്ടുന്ന സെയിം ഡീസൽ എഞ്ചിൻ തന്നെയാണ് വിത്ത് 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ്. മൈലേജിലേക്ക് വന്നു കഴിഞ്ഞാൽ പെട്രോളിന് കമ്പനി ക്ലെയിം ചെയ്യുന്നത് 17.1 എങ്ങാണ്ടാണ്. റിയൽ ലൈഫിൽ ഒരു 13 തൊട്ട് 15 വരെ കിട്ടാം. 15 കിട്ടിയാൽ ഭാഗ്യവാൻ. ഇനി നിങ്ങൾക്ക് അത്യാവശ്യം ഓട്ടോ ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഡീസൽ കൺസിഡർ ചെയ്യുക. ഡീസൽ ബേസ് വേരിയന്റിൽ തൊട്ടേ അവൈലബിൾ ആണ്. ഡീസലിന് കമ്പനി ക്ലെയിം ചെയ്യുന്നത് 22 കിലോമീറ്റർ പെർ ലിറ്ററിന് അടുത്താണ്. റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്നവർക്ക് ഒരു 16 തൊട്ട് 18, ഹൈവേയിലൊക്കെ പോകുമ്പോൾ 20 വരെ കിട്ടിയതായിട്ട് ഞാൻ ഓൺലൈനിൽ കണ്ടിരുന്നു. അപ്പോൾ ഓട്ടോ ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഡീസൽ വേരിയന്റ് തന്നെ നോക്കുക. സെൽട്ടോസിൽ HTK പ്ലസ് വേരിയന്റ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും വാല്യൂ ഫോർ മണി വേരിയന്റ് HTK പ്ലസ് ആണ്. പക്ഷേ നമ്മളുടെ എല്ലാ വീഡിയോയിലും താഴെ വന്ന കമൻ്റാണ് സെൽട്ടോസിൻ്റെതായ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ നിങ്ങൾ HTX വേരിയന്റെങ്കിലും എടുക്കണമെന്ന്. അതിനകത്ത് പെട്രോളിലും ഡീസലിലും ഓട്ടോമാറ്റിക് ആൻഡ് മാനുവലും അവൈലബിൾ ആണ്. അപ്പോൾ ആ വേരിയന്റിന്റെ വീഡിയോ നമുക്ക് റീസെൻ്റ്ലി അടുത്ത വരുന്ന ദിവസങ്ങളിൽ റിവ്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഉപകാരപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. റെഗുലർ വ്യൂവേഴ്സാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. കിയ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനാണെങ്കിലും കൊട്ടേഷൻ ആണെങ്കിലും എന്തിനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.